നരേന്ദ്രമോദി എന്ന് പറയുന്ന ഹിന്ദു വിശ്വാസി പോയിട്ട് പ്രാണപ്രതിഷ്ഠ നടത്തിയ ശരിയാണോ അയോധ്യയിൽ? നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി പോയിട്ട് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നു. ദൂരദർശൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സെന്റേഡ് ആയ ഒരു ടെലിവിഷൻ ചാനലിലൂടെ തത്സമയം ഒരു ക്ഷേത്രത്തിന്റെ പുരോഹിതനായി നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ചെയ്യുന്ന രണ്ടും രണ്ടാ. അതെങ്ങനെയാ? നിങ്ങൾ പോയിട്ട് പൂജാമുറി അടക്കമുള്ള PTI അടക്കമുള്ള ദൂരദർശൻ അടക്കമുള്ള എല്ലാ ഏജൻസികളെയും വിളിച്ചു വരുത്തിയിട്ട് ഒരു ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന്റെ പൂജാമുറിയിൽ പോയി വിളക്ക് കത്തിച്ച് ആരാധിക്കുന്നത് രാജ്യം മുഴുവൻ കാണിക്കുക എന്ന് പറയുന്നത് ഒരു സെക്കുലർ സ്റ്റേറ്റിനകത്ത് വിവിധ മതങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അതിനകത്തൊരു പെർസെപ്ഷന്റെ പ്രശ്നമുണ്ട്. ഞാൻ ഇതിനകത്ത് വാദിക്കാനില്ല. നിങ്ങൾ പറയുന്നത് രണ്ട് അതിനകത്തൊരു സാങ്കേതിക പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന പോലെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന സർക്കാരാണല്ലോ ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണല്ലോ ഇവിടെ ഭരിക്കുന്നത്. അല്ല, രണ്ട് ആർഗ്യുമെന്റ് അല്ല. അല്ല ആ സർക്കാരുമായി ബന്ധപ്പെട്ടാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു മതപരമായ ക്ഷേത്രത്തിൽ ഒരു വേറൊരു സ്ഥലത്ത് അവിടെ തന്നെയാണ്. നിങ്ങൾ ചടങ്ങിൽ സ്വകാര്യമായ ഒരു ചടങ്ങും മതപരമായ ഒരു പബ്ലിക് ആയ ചടങ്ങും രണ്ടും രണ്ടാണ്. നിങ്ങൾക്കൊരു പുരോഹിതനാവുന്നത് പോലെയല്ല നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ പൂജാമുറിയിൽ ഒരേ സമയം വിശ്വാസിയും നിങ്ങൾ പുരോഹിതനും ഒക്കെ അത് നിങ്ങൾ ഒരു നിമിഷം ഇതേ നമ്മൾ പ്രധാനമന്ത്രിയും DV ചന്ദ്രചൂഡും അടച്ചിട്ട മുറിയിലാണ് ആ പൂജ നടത്തുന്നതെങ്കിൽ എന്താ പറയാ? നമ്മളറിയില്ലല്ലോ. ഇറ്റ് ഈസ് ട്രാൻസ്പെറന്റ്, ഇറ്റ് ഈസ് വിസിബിൾ. എന്നുവെച്ചാൽ ഇത് എന്തുവാണ് ഈ പറയുന്നത്? പബ്ലിക് ലെയറിൽ ഒരു കൊലപാതകം നടന്നു, അടച്ചു കിടന്നു കൊലപാതകം നടന്നാൽ അത് നമ്മൾ അറിയുന്നില്ല. പബ്ലിക് ലെയറിൽ ഒരു കൊലപാതകം നടന്നാൽ കൊലപാതകം പബ്ലിക് ലെയറിലല്ലേ നടന്നത് എന്ന് ചോദിക്കുന്ന പോലെ ഇത് നിങ്ങൾ അടച്ചിട്ട മുറിയിൽ പോയിരുന്നിട്ട്. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി റിലീജിയസ് സിംബലുമായി ജീവിച്ചിട്ടില്ലേ? അപ്പോൾ എന്താ തോന്നാത്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രി റിലീജിയസ് സിംബലുമായി ജീവിച്ചിട്ടില്ലേ? ആരാ? മൻമോഹൻ സിംഗ്. എന്താ റിലീജിയസ് സിംബലുമായിട്ടല്ലേ? മതേതരത്വം എന്താ? മതേതരത്വം മതനിരാസമല്ല ഉണ്ണി ബാലകൃഷ്ണൻ. നിങ്ങളുടെ ഒരു പ്രവൃത്തി മറ്റു ഒരു നീതി വ്യവസ്ഥയുടെ ഏറ്റവും ഉത്തമ ചുമതലക്കാരനായിരിക്കുന്ന ഒന്നാമനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാള് ഒരു പ്രത്യേക മതവിശ്വാസി ആയിരിക്കുന്നതുകൊണ്ട് തെറ്റില്ല, സ്വകാര്യമായി അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. എന്നാൽ ഒരു പബ്ലിക് പ്ലേസ് ആക്കി അദ്ദേഹത്തിന്റെ പൂജാമുറി മാറ്റുകയും ആ പൂജാമുറിയിലേക്ക് ഒരു സ്റ്റേറ്റിന്റെ ഹെഡിനെ വിളിച്ചു വരുത്തുകയും അല്ല, നിങ്ങൾ വിയോജിച്ചോ? ഞാൻ എന്റെ പൊസിഷൻ പറഞ്ഞു, നിങ്ങൾ വിയോജിച്ചോ? നിങ്ങൾക്ക് വിയോജിക്കാൻ സ്വാതന്ത്ര്യം തന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പൂജാമുറി ഒരു പബ്ലിക് പ്ലേസ് ആക്കുകയും ഒരു രാജ്യത്തിന്റെ ഹെഡിനെ അവിടെ വിളിച്ചു വരുത്തുകയും ആരാണ് ചീഫ് ജസ്റ്റിസ്? ഇല്ല, എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. എന്റെ മേലേക്ക് ആരോഗ്യം വേണ്ട. എന്റെ ധാരണയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അസ്വസ്ഥതയുടെ പ്രശ്നമല്ല ഇത്. എവിടെയും സംസാരിക്കുന്ന അവസരം നിങ്ങൾക്കത് വരാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഒറ്റ കാര്യം പറയാം. നിങ്ങളും ഞാനുമായി ഈ വിഷയത്തിൽ യോജിക്കുകയില്ല. കാരണം അറിയാം, നിങ്ങൾ ഇതിനകത്ത് സാങ്കേതികമായ കാര്യമാണ്. ഞാനിവിടെ ജനാധിപത്യത്തിന്റെയും മതേതരത്തിന്റെയും കാര്യം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റിൽ മാത്രമാണ് എനിക്ക് അങ്ങനെയുള്ള വിയോജിപ്പ്. ഭരണഘടനാ വിരുദ്ധമാവുന്നത് എങ്ങനെയാണ്? അത് ഭരണഘടനാ വിരുദ്ധമല്ല, ഞാനതാണ് പറഞ്ഞത്. പൊളിറ്റിക്കലി ആണ്, കോൺസ്റ്റിറ്റ്യൂഷണലി അല്ല. കോൺസ്റ്റിറ്റ്യൂഷണലി എന്ന് പറയാനുള്ള കാരണം ഭരണഘടനയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 25. താങ്കൾക്കറിയാലോ, പ്രൊഫസ് പ്രാക്ടീസ് പ്രൊപ്പഗേറ്റ്. പ്രൊഫസ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, പ്രൊഫസ് പ്രാക്ടീസ് ആചരിക്കുക, പ്രൊപ്പഗേറ്റ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം. ഈ അവകാശം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരേപോലെയുണ്ട്. പക്ഷെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, നിങ്ങൾ സ്റ്റേറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റി ഒരു പബ്ലിക്കായ സ്പേസിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്തുള്ള ആക്ടിവിറ്റി ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കാതിരിക്കണം. ദിസ് ഈസ് ദ സിമ്പിൾ ഡെഫിനിഷൻ ഓഫ് സെക്യുലറിസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനെ എവിടെയാണ് നിരാകരിച്ചത്? അങ്ങ് പറയൂ. പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? ആ പ്രാക്ടീസ് ചെയ്യല്ലേ രണ്ടുപേര് ചെയ്തത്? അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഇടത്തിലല്ലേ? അത് ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്താണോ? ഇനി ക്യാമറ കണ്ണുകൾ അവിടെയുണ്ട്, അത് DV ചന്ദ്രചൂഡ് ഏതെങ്കിലും തരത്തിൽ പ്രചരിപ്പിച്ചതാണോ?
എന്തത് നോക്കൂ, രണ്ടുപേർ അല്ല, നിങ്ങൾ രണ്ടും കൂടി പറയാതെ. അല്ല, നിങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ. ഇനി ഞാനങ്ങോട്ട് മറുപടി കൊടുക്കാം. ഞാൻ പറയട്ടെ, ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും കൂടി ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പങ്കെടുക്കുന്ന നടത്തിക്കോ, ഒരു പ്രശ്നമില്ല. പിന്നെന്താ തെറ്റ് ഒന്നാമത് ചീഫ് ജസ്റ്റിസ് നടത്തുന്ന ഒരു സ്വകാര്യ ചടങ്ങിലേക്ക്, ഈ പറയുന്ന ഒരു റിലീജിയസ് ചടങ്ങിലേക്ക് ഒട്ടും പോയിക്കൂടാ ഒരു സ്റ്റേറ്റിൻ്റെ ആയിട്ട്. ഒന്നാമത് പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തേണ്ട സ്ഥലമല്ല അത്. ഇനി ഞാൻ പറയട്ടപ്പാ, നിങ്ങൾ പ്രധാനമന്ത്രിയെ വിളിച്ച് അങ്ങനെ ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ജുഡീഷ്യറിക്ക് ഒരു തരത്തിലുള്ള ലോയൽറ്റിയും പ്രത്യേകമായ ലോയൽറ്റി ആർക്കും ഉണ്ടാകരുത് എന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ, പ്രധാനമന്ത്രി വളരെ സുഗമമായിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ, ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിലിരുന്നിട്ട് ചായ കുടിച്ചോട്ടെ, കുഴപ്പമില്ല, ചായ കുടിച്ചോളൂ, നിങ്ങൾ പ്രാർത്ഥന നടത്തിക്കോളൂ, അത് ഏത് രീതിയിലുള്ള പ്രാർത്ഥനയുമായിക്കോട്ടെ, നിങ്ങൾ അതൊരു പബ്ലിക് പ്ലേസ് ആക്കി മാറ്റുകയും അതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തേക്ക് വിടുകയും ഞങ്ങളിതാ ഇവിടെ നിന്നിട്ട് ഈ ആരാധന നടത്തുകയും ചെയ്യുകയാണെന്ന് കാണിക്കുമ്പോൾ ഈ രാജ്യത്തെ മറ്റു മതവിഭാഗങ്ങൾക്ക് ഈ ജുഡീഷ്യറിയുടെ തലപ്പത്തിരിക്കുന്നയാൾ ഇങ്ങനെ ഒരാളാണെന്നും അയാൾ ഈ പറയുന്ന പ്രധാനമന്ത്രിയുമായി കൊടുക്കൽ വാങ്ങലുള്ള ആളാണെന്നും ഒക്കെ തോന്നുകയും അതിനകത്തൊരു അവിശ്വാസം വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ. ഇതേ എനിക്ക് പറയാനുള്ളൂ. അത് അതിന്മേലുള്ള വിധി എന്ന ആശങ്ക സ്വാഭാവികമായിട്ടുണ്ടാകാം. ഇവിടുത്തെ ഡോക്ടർ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ആ ഫോട്ടോ കാണുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഞാനതാണല്ലോ പറഞ്ഞത്. അതിനെ നിങ്ങൾ ഭരണഘടനാപരമായിട്ടല്ല, അതിനെ രാഷ്ട്രീയ ധാർമ്മികതയുടെ എന്റെ ഭരണഘടനാപരമായ സദാചാരം ഒരു അനുഭവം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയുടെ ഇഷ്യൂ. ഞാൻ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എനിക്ക് മതപരമായി അല്ല, എന്റെ പൊന്നാരുണെ, അരുണിനെ സംബന്ധിച്ച് ഈ പറയുന്ന DY ചന്ദ്രചൂഡും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തി, ശരി, അവരൊരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചത് ശരി, ആ ഫോട്ടോകൾ പുറത്തുവിട്ടത് ശരി, അതിനെ സംബന്ധിച്ച് ആർക്കും ഇനി ഒരു ആശങ്ക ഉണ്ടാകുന്ന ആളുകൾക്കുണ്ടെങ്കിൽ അവർക്ക് തെറ്റായ ഒരു പെർസെപ്ഷൻ. മറ്റു മൂന്ന് ശരികളുണ്ടോ? അതല്ല എന്നെ സംബന്ധിച്ച് തെറ്റുക. അതുകൊണ്ട് ഇത് ഒരിക്കലും യോജിക്കില്ല. പ്രധാനമന്ത്രി വീട്ടിൽ പോയത് തെറ്റ്. രണ്ട്, അവരൊരുമിച്ച് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അത് പബ്ലിസൈസ്, ആ പൂജാമുറിയെ ഇന്ത്യയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചത് തെറ്റ്. ഇതൊക്കെ തെറ്റാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പോയത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിക്ക് നിരക്കുന്നതല്ല എന്ന വാദം തെറ്റ്. പ്രധാനമന്ത്രി സ്വകാര്യ സന്ദർശനത്തിന് ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ വരാൻ പാടില്ലെന്നാണോ? അരുൺ സാറേ, ഞാൻ നിങ്ങൾ പറയുന്നത് മുഴുവൻ അംഗീകരിച്ചു. അതായത് അംഗീകരിച്ചെന്ന് വെച്ചാൽ ഞാൻ പറയുന്നു, ഒന്ന്, പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പോയത് തെറ്റല്ല. രണ്ട്, അവരൊരുമിച്ച് അവരുടെ പൂജാമുറിയിൽ നടത്തിയ ഒരു പ്രാർത്ഥനാ ചടങ്ങ് ഈ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. അങ്ങനെയൊന്നുമില്ല, തെറ്റായി വ്യാഖ്യാനിക്കില്ല. അങ്ങനെ തെറ്റ് ശരിയല്ലല്ലോ. ഭരണഘടനാപരമായി നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചീഫ് ജസ്റ്റിസിന് അയാൾക്ക് വിശ്വാസ പ്രമാണങ്ങൾ പാടില്ലെന്നോ അയാൾക്ക് അയാളുടെ സ്വകാര്യ ഇടത്തിൽ ഒരു വിശ്വാസം ആചരിക്കുന്നതിന് കഴിയില്ലെന്നോ പറയാൻ നമുക്ക് കഴിയില്ല. അത് ഞാൻ അശക്തനാണ്, അത്ര ഞാൻ പറഞ്ഞു. അങ്ങ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി ഈ പറയുന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് തെറ്റാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും ഒരു പ്രത്യേക മതവിശ്വാസത്തെ അയോധ്യ വിധിയും കശ്മീർ വിധിയും ഒക്കെ ഒരു കീടങ്ങളാണ് എന്ന് സംശയിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു സമൂഹം ഇവിടെയുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഫോട്ടോ കാണുമ്പോൾ എന്ത് തോന്നും? അവരെ സംബന്ധിച്ച് ആ ഫോട്ടോ ഞാൻ പറഞ്ഞല്ലോ, ന്യൂനപക്ഷങ്ങൾക്കുള്ള ആശങ്ക എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ഉണ്ടാവുന്നത്, അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അതിനകത്ത് ഞാൻ പറഞ്ഞത്, ഭരണഘടന നിങ്ങൾ റീഡ് ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നൊരു വിയോജിപ്പ് മാത്രമാണ് ഞാൻ രേഖപ്പെടുത്തിയത്. വിയോജിപ്പുകളോടുകൂടി ഇത് നീതിക്ക് നിരക്കുന്നതോ എന്ന ചോദ്യത്തിന് നോ എന്ന ഉത്തരമാണ് മൂന്ന് പേരുടെയും. Meet the editors.